ഞങ്ങൾക്ക് എന്താ പറയുക, കലോത്സവത്തിൽ നമ്മുടെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ ഞങ്ങൾക്ക് എറണാകുളം 2ാം സ്ഥാനം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം, അതും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നഗരമായിട്ടുള്ള തൃശ്ശൂര്. ഒത്തിരി, ഞാനൊരു കലാകാരിയാണ്, അതിലുപരി ഒരു അഭിനേത്രിയാണ്, ഒരു തിയേറ്റർ പെർഫോമറാണ്. കേരളത്തിലെ ആദ്യത്തെ ഡ്രാമ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ട്രൂപ്പിന്റെ മഴവിൽ ധ്വനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചതൊക്കെ. അപ്പൊ അതിലുപരി ഇത്തരത്തിലുള്ളൊരു വേദി എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു വേദിയാണ്. അതിലുപരി എന്താ പറയുക, തൃശ്ശൂര് നമ്മുടെ സാംസ്കാരിക നഗരം കൂടി ആകുമ്പോഴത്തേക്കും എനിക്കറിയാവുന്ന കുറെ മാഷന്മാരുണ്ട്, കുറെ കുട്ടികളുണ്ട്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒത്തിരി കലാപ്രതിഭകള്, വളർന്നു വരുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒത്തിരി കുരുന്നുകളെയാണ് പല വേദികളിലായിട്ട് കാണുന്നത്. ഐ എം സോ ഹാപ്പി. ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രത്തോളം മികവ് പുലർത്തിയിരുന്നു. ശരിക്കും ഞാൻ ആദ്യ ദിവസമാണ് ഇവിടെ വരുന്നത്. ഇന്നലെ ഒരു മോണോ ആക്ടിൽ ഒരു കുട്ടി പെർഫോം ചെയ്തു. ആ പെർഫോമൻസോട് കൂടി നമ്മുടെ സ്കൂൾ കലോത്സവം, 64ാമത് സ്കൂൾ കലോത്സവത്തിന്റെ യശസ്സും പ്രശസ്തിയൊക്കെ നന്നായി ഉയർന്നു. അത് കൂടാണ്ട് ഓരോ ഐറ്റങ്ങളും എത്ര പ്രിപ്പറേഷനിലാണ് അവരുടെ കുട്ടികൾ, മേക്കപ്പും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ പെർഫോമൻസ് ഒക്കെ നന്നായി പോകുന്നത്. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അടിപൊളി, മൊത്തത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ 64ാമത് സ്കൂൾ കലോത്സവം.